ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ റിവിഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ കണ്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കറണ്ട് അഫെയറിൻ്റെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2024 ജനുവരിയിൽ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ജൂൺ ആവാറായിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ 6 മാസത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ജനുവരിയിൽ ആദ്യത്തെ ഒരു 20 ദിവസത്തെ അല്ലെങ്കിൽ ജനുവരിയിൽ നടന്നിട്ടുള്ള ആ ഒരു 20 ദിവസത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം മനുഷ്യനിൽ വിജയകരമായി നടത്തിയ സ്ഥാപനമാണ് ന്യൂറാലിങ്ക്. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം മനുഷ്യനിൽ വിജയകരമായി നടത്തിയിട്ടുള്ള സ്ഥാപനം ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്, മറക്കാതിരിക്കുക. ഇനി ന്യൂറാലിങ്ക് കമ്പനിയുടെ ഉടമയുടെ പേരെന്താണ്? എലോൺ മസ്ക് ആണ്. ന്യൂറാലിങ്ക് കമ്പനിയുടെ ഉടമ ആരാണ്? എലോൺ മസ്ക് ആണ്. ഓക്കെ. ഇനി ചിപ്പിന് നൽകിയിരിക്കുന്ന പേര് ടെലിപതി എന്നാണ്. ടെലിപതി എന്നാണ് ചിപ്പിന് നൽകിയിരിക്കുന്ന പേര്. ടെലിപതി എന്നാണ്. അപ്പോൾ മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം മനുഷ്യനിൽ വിജയകരമായി നടത്തിയ സ്ഥാപനം ന്യൂറാലിങ്ക് ആണ്. കമ്പനിയുടെ ഉടമ എലോൺ മസ്ക് ആണ്. ചിപ്പിന് നൽകിയിരിക്കുന്ന പേര് ടെലിപതി എന്നാണ്. ഇനി കേരളത്തിൽ ആദ്യമായി 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച കോടതി. കേരളത്തിൽ ആദ്യമായി 15 പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിച്ച കോടതി ഏതാണ്? മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ്. 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ്. 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 സൂചികയിൽ ഒന്നാമതെത്തിയത് ഡെൻമാർക്കാണ്, രണ്ടാമത് ഫിൻലാൻഡ് ആണ്, മൂന്നാമത് ന്യൂസിലാൻഡ് ആണ്. എന്താ പറഞ്ഞ 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 93. ഇന്ത്യയുടെ സ്ഥാനം 93. സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ളത് ഡെൻമാർക്കാണ്, ഡി. രണ്ടാമത് ഫിൻലാൻഡ് ആണ്, എഫ് ആണ്. മൂന്നാം സ്ഥാനം ന്യൂസിലാൻഡിനാണ്. ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കാർട്ടർ ഡാലസ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? കാർട്ടർ ഡാലസ് ആണ്. ഓക്കെ, 2 വയസ്സാണ് കാർട്ടർ ഡാലസിന്റെ പ്രായം. ഓക്കെ. അടുത്തത് കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? സ്പർശ 2024 അല്ലെങ്കിൽ സ്പർശ് 2024 ആണ് കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേര്. ഓക്കെ. അപ്പൊ സ്പർശ് 2024 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് സ്പർശ് 2024. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ സ്പർശ് 2024 സംഘടിപ്പിക്കുന്നത്. ഇനി 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷ സംസ്ഥാനമാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷ. മികച്ച ടാബ്ലോ ഒഡീഷ. ടാബ്ലോ ഒഡീഷ. ഓക്കെ. ഒഡീഷയുടെ പ്രമേയം എന്തായിരുന്നു? ഒഡീഷ സ്റ്റേറ്റിന്റെ ടാബ്ലോന്റെ പ്രമേയം എന്തായിരുന്നു? വികസിത ഭാരതത്തിലെ സ്ത്രീ ശാക്തീകരണമാണ് ഒഡീഷയിലെ ടാബ്ലോന്റെ എന്തുള്ളത്? പ്രമേയം. ഇനി 2ാം സ്ഥാനം നേടിയത് ഗുജറാത്ത് ആണ്, 3ാം സ്ഥാനം നേടിയത് തമിഴ്നാടാണ്. അപ്പോൾ 1ാം സ്ഥാനം ഒഡീഷയാണ്. വികസിത ഭാരതത്തിലെ സ്ത്രീ ശാക്തീകരണമാണ് അവരുടെ ടാബ്ലോയുടെ പ്രമേയം. 2ാം സ്ഥാനം ഗുജറാത്ത് നേടി, 3ാം സ്ഥാനം തമിഴ്നാടാണ് നേടിയത്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാമതായി തെരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിലാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 2024 ജനുവരിയിൽ 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച രാജ്യമേതാണ്? ഇറാനാണ്. 2024 ജനുവരിയിൽ 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. ഓക്കെ. ഗവേഷണ ആവശ്യങ്ങൾക്കായി വിക്ഷേപണം നടത്തിയ ഉപഗ്രഹം മെഹദയാണ് കേട്ടോ. മെഹദ ഏതാണ്? മെഹദ ഉപഗ്രഹമാണ്. ഗവേഷണ ആവശ്യങ്ങൾക്കായി വിക്ഷേപണം നടത്തിയ ഉപഗ്രഹം ഏതായിരുന്നു? മഹദ. ഓക്കെ, മഹദ. ഇനി സ്നേഹഹസ്തം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹഹസ്തം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണെന്ത്? സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. അത് നടപ്പിലാക്കുന്നത് കേരള ആരോഗ്യ വകുപ്പും വനവകുപ്പും പട്ടികജാതി
വർഗ വകുപ്പ് എന്നിവർ സംയുക്തമായിട്ടാണ്. ആരൊക്കെയാണ്? ആരോഗ്യ വകുപ്പുണ്ട്, വനവകുപ്പുണ്ട്, പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ട്. എന്താണ് ലക്ഷ്യം വെക്കുന്ന പദ്ധതി? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക, സ്നേഹഹസ്തം എന്നാണ് പദ്ധതിയുടെ പേര്. 2026 രാജ്യത്തെ 30 നഗരങ്ങളെ ഭിക്ഷാടന മുക്തമാക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ്? 2026 ആകുമ്പോഴത്തേക്ക് രാജ്യത്തെ 30 നഗരങ്ങളെ ഭിക്ഷാടന മുക്തമാക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ 2 നഗരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കോഴിക്കോടുമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി 2024 ജനുവരിയിൽ ട്രായ് ചെയർപേഴ്സണായി നിയമിതനായതാരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ്. അനിൽകുമാർ ലഹോട്ടി. ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി 30 ആണെന്ന് നമുക്കറിയാം. എന്നാണ് ഗാന്ധിജി മരണപ്പെട്ടത്? 1948 ജനുവരി 30 ഗാന്ധിജി എന്ത് ചെയ്തിട്ടുള്ളത്? മരണപ്പെട്ടത്. ഇനി VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ്. ഓക്കെ, VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് പാലക്കാടാണ്. സ്മാരകം നിർമ്മിക്കുന്നത് ആരാണ്? കേരള സർക്കാരാണ്. എന്താ VT ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേരെന്താണ്? വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാന നാടകങ്ങൾ ഏതൊക്കെയായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലെ കരിഞ്ചന്ത. ഈ 2 നാടകങ്ങൾ ഓർത്തു വെക്കണേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കരിഞ്ചന്ത. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ബധിര സിംഗിൾസ് കിരീടം നേടിയതാര്? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം, അതായത് ബധിര സിംഗിൾസ് കിരീടം, ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് അല്ല, ഓസ്ട്രേലിയൻ ഓപ്പൺ ബധിര സിംഗിൾസ് കിരീടം നേടിയത് പൃഥ്വി ഷേഖർ ആണ്. ഇന്ത്യക്കാരനാണ്, പൃഥ്വി ഷേഖർ ആണ്. റണ്ണറപ്പ് ആയത് ഗബോർ മേത്ത. ഓക്കെ, ഇനി വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? റീന കൊമാക്കോതെ. ആരാണ്? റീന കൊമാക്കോതെ. ഓക്കെ, ഈ മത്സരങ്ങൾക്ക് വേദിയായത് മെൽബൺ ആണ്. 2024 ജനുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ. 2024 ജനുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാറാണ്. 2024 ജനുവരിയിൽ SSB മേധാവിയായി നിയമിതനായത് ദിൽജിത്ത് സിംഗ് ചൗധരി. ആരാണ്? ദിൽജിത്ത് സിംഗ് ചൗധരി. 2024 നടക്കുന്ന അന്താരാഷ്ട്ര കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശിലാണ്. 2024 നടക്കുന്ന കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഏത് നദിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്? തവാങ്ചു നദിയിലാണ്. ഏതാണ്? തവാങ്ചു നദിയിലാണ് കയാക്കിംഗ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ തവാങ്ങിലാണ്. തവാങ്ചു നദിയിലാണ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് മത്സരം നടക്കുന്നത്. ആ തവാങ്ങിൽ തന്നെ തവാങ്ചു നദിയിലാണ് മത്സരം നടക്കുന്നത്. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2024 കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാൾ FC. എന്താണ്? കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2024 കിരീടം നേടിയതാരാണ്? ഈസ്റ്റ് ബംഗാൾ FC ആണ്. വേദി എവിടെ വെച്ചിട്ടാണ് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2024 നടന്നത്? ഭുവനേശ്വർ വെച്ചിട്ടാണ്. ഭുവനേശ്വർ എവിടെയാണ്? ഒഡീഷയിൽ. വനം വകുപ്പിന്റെ കേരളത്തിലെ ആദ്യ തുളസി വനം പദ്ധതി ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. വനം വകുപ്പിന്റെ ആദ്യത്തെ തുളസി വനം പദ്ധതി എവിടെയാണ്? കോന്നി ഇക്കോ ടൂറിസം പദ്ധതി അല്ലെങ്കിൽ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് വനം വകുപ്പിന്റെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത്. ഇനി കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും പുതിയ ഇനം ഓന്തേതാണ്? വടക്കൻ കങ്കാരു ഓന്ത്. അതിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് ആണ്. അഗസ്ത്യഗാമ എഡ്ജ് കണ്ടെത്തിയത് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന്. കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും പുതിയ ഇനം ഓന്തേതാണ്? വടക്കൻ കങ്കാരു ഓന്താണ്. ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ്. കണ്ടെത്തിയത് ഇടുക്കിയിലെ കുളമാവിൽ നിന്നാണ്. ഇന്ത്യ സൗദി അറേബ്യ പ്രഥമ സംയുക്ത കരസേന സൈനിക അഭ്യാസം. പ്രഥമ സംയുക്ത കരസേന സൈനിക അഭ്യാസമാണ്. ശ്രദ്ധിക്കണേ. ഇന്ത്യ സൗദി അറേബ്യ പ്രഥമ സംയുക്ത കരസേന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സദാ തൻസീഖ്. അതിന്റെ വേദി മഹാജനാണ്. എവിടെയാണ്? രാജസ്ഥാനാണ്. എന്തിന്റെ സൈനിക അഭ്യാസമാണ്? സംയുക്ത കരസേന സൈനിക അഭ്യാസമാണ്. ആരൊക്കെ പങ്കെടുക്കുന്നത്? ഇന്ത്യയും സൗദി അറേബ്യയും. ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യ സൗദി അറേബ്യ പ്രഥമ സംയുക്ത കരസേന സൈനിക അഭ്യാസത്തിന്റെ പേര് സദാ തൻസീഖ് എന്നാണ്. വേദി മഹാജൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ലോക കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. എന്ത്? ലോക കുഷ്ഠരോഗ ദിനം നമ്മൾ ആചരിക്കുന്നത്. 2024 പ്രമേയം എന്താണ്? കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ബീറ്റ് ലെപ്രസി എന്നുള്ളതാണ് 2024 കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം. ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രസി എന്നുള്ളതാണ്. അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്താണെന്നാണ്. എന്താണ് ഓപ്പറേഷൻ അമൃത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഈ പരിശോധന നടത്തുന്നത് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്.
ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഈ പരിശോധന നടത്തുന്ന ആരാണ്? കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഇനി ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? സുധാ മേനോനാണ്. 2024 തോപ്പിൽ രവി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. എന്താ പറഞ്ഞ? 2024 തോപ്പിൽ രവി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഈ പുരസ്കാര തുക 15,000 രൂപയാണ്. അത് വേണ്ട, ഇതെന്താ, ജസ്റ്റ് ഈ ഒരു പുസ്തകം രചിച്ചത് ആരാന്ന് ഓർത്തു വെക്കുക. സുധാ മേനോന്റെ പുസ്തകമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഒരു വെറൈറ്റി പേരല്ലേ? ആ ഒരു ഇത് നോക്കി നോക്കൂ, ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഇനി ചെക്കോഫ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? CV ആനന്ദബോസ് ആണ്. ആരാണ് CV ആനന്ദബോസ്? പശ്ചിമ ബംഗാൾ ഗവർണറാണ്. ചെക്കോഫ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് CV ആനന്ദബോസ് ആണ്. ചെക്കോഫ് CV ആനന്ദബോസ്. ഓക്കെ, ചെക്കോഫ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് CV ആനന്ദബോസ് ആണ്. പശ്ചിമ ബംഗാൾ ഗവർണറാണ് CV ആനന്ദബോസ്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്ന പദ്ധതിയാണ് ഷീ ഹബ്ബ്. നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്ന പദ്ധതിയാണ് ഷീ ഹബ്ബ്. നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആണ് പ്രീതി രജക്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ നേടിയ താരകമാണ് ആര്? പ്രീതി രജക്. ഓക്കെ, അപ്പൊ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിനെ പറ്റി അറിയണം. ആ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ വേണ്ടിയിട്ട് വെള്ളി മെഡലാണ് ഇന്ത്യക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? നേടി തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കരസേനയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം കൂടിയാണ് ആര്? പ്രീതി രജക്. എന്താ പറഞ്ഞത്? കരസേനയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം കൂടിയാണ് ആര്? പ്രീതി രജക്. ഇനി ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബോപ്പണ്ണയാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. എന്താണ്? ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബോപ്പണ്ണയാണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയത് രോഹൻ ബോപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡിൻ സഖ്യമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസിൽ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയത് രോഹൻ ബോപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. ഇനി വനിതാ ഡബിൾസ് ആണെങ്കിലോ ഹെയ്സുവസ് ആൻഡ് എലിയസ് മാർട്ടിനസ് ആണ് വനിതാ ഡബിൾസ് കിരീടം നേടിയിട്ടുള്ളത്. 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. അതുപോലെ കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ടിനാണ്. എന്താണ്? കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ടിനാണ്. ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് നാടൻ കലാ ഗവേഷണ പാഠശാലയാണ്. ഒന്നുകൂടി പറയാം, 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ, കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജി മാടപ്പാടാണ്. ഈ പുരസ്കാരം നൽകുന്നത് നാടൻ കലാ ഗവേഷണ പാഠശാല. ഈ പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്നറിയോ? 11,111 രൂപയാണ്. ഓക്കെ, ഇനി 2023 ബെസ്റ്റ് ഇലക്ട്രൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചേക്കാം. 2023 ബെസ്റ്റ് ഇലക്ട്രൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? സാജു വാഹിദ് ആണ്. എന്താണ്? സാജു വാഹിദ്. ഈ പുരസ്കാരം എന്ത് പുരസ്കാരം? മികച്ച തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നൽകുന്ന ദേശീയ പുരസ്കാരമാണിത്. എന്ത്? ബെസ്റ്റ് ഇലക്ട്രൽ പ്രാക്ടീസ് പുരസ്കാരം. ഓക്കെ, ഇത് നേടിയ മലയാളി ആരാണ്? സാജു വാഹിദ് ആണ്. ഇനി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരത്തിന്റെ പേരെന്താണ്? തന്മയ് അഗർവാൾ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. വനിതാ സിംഗിൾസ് നേടിയത് ആര്യാന സെബലങ്ക. ബെലാറസിലെയാണ് ആര്യാന സെബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയതും ആര്യാന സെബലങ്ക തന്നെയാണ്. ഇനി പുരുഷ വിഭാഗത്തിലാണെങ്കിലോ നൊവാക് ജോക്കോവിച്ചിനാണ് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കിട്ടിയത്. 2024 ആരൊക്കെയാണ്? പുരുഷനാണെങ്കിൽ യാനിക് സിന്നറാണ്, വനിതയാണെങ്കിൽ ആര്യാന സെബലങ്കയാണ്. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് എവിടെയാണ് വരുന്നത്? ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക്
ടൈഗർ സഫാരി പാർക്ക് സിംലിപാൽ ടൈഗർ റിസർവിലാണ്. സിംലിപാൽ ടൈഗർ റിസർവിലാണ്. എവിടെയാണ് സിംലിപാൽ ടൈഗർ റിസർവ്? അത് ഒഡീഷയിലാണ്. എന്താ പറഞ്ഞ ലോകത്തിലെ തന്നെയാണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. എന്താണ് മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്? നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്, സിംലിപാൽ ടൈഗർ റിസർവിലാണ് വരുന്നത്. എവിടെയാണ്? സിംലിപാൽ. ഇനി മെലാനിസ്റ്റിക് കടുവകളെ കാണപ്പെടുന്ന ഏക കടുവാ സങ്കേതം ഏത് തന്നെയാണ്? മെലാനിസ്റ്റിക് കടുവകളെ കാണുന്ന ഏക കടുവ സങ്കേതം ഏതാണ്? സിംലിപാലാണ്. സിംലിപാൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം എവിടെയാ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം എവിടെയാ വരുന്നത്? പാപ്പനംകോടാണ്. തിരുവനന്തപുരത്താണ് പാപ്പനംകോട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉള്ള നിയമസഭ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉള്ള നിയമസഭ ഛത്തീസ്ഗഡിലാണ്. 21% വനിതാ പ്രാതിനിധ്യം. എത്രയാണ്? 21% അവിടെ നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യം. കേരളത്തിലെ നിയമസഭാ വനിതാ പ്രാതിനിധ്യം എത്രയാണ്? 8.5%. പ്രാതിനിധ്യം എന്നാണ്, വനിതാ പ്രായം എന്നല്ല. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ കറക്റ്റ് എന്താന്നുള്ളത് നോക്കിയിട്ട് വായിക്കാം. കേരള നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം 8.5%. ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ, 21% സ്ത്രീകളാണ് അവിടെയുള്ളത്. ഓക്കെ, വനിതാ പ്രാതിനിധ്യം കൂടുതൽ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്, 21%. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എങ്ങനെയാണെന്നറിയോ? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ചിത്രം ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ്? സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഓക്കെ, ഇതിന്റെ സംവിധായകൻ ആരാണ്? M.R. രാജനാണ്. സംവിധായകൻ M.R. രാജനാണ്. 2023-24 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയിലെ മൊത്തം കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയിലെ മൊത്തം കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. എത്രയാണ്? 31.49%. ഏകദേശം 30-31%, 32% കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് ഗുജറാത്താണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം തമിഴ്നാടിനാണ്. കേരളത്തിന്റെ വിഹിതം 1.03% മാത്രമാണ്. കേരളത്തിന്റെ വിഹിതം എത്രയാ? 1.03% മാത്രമാണ്. മുൻ വനിതാ ഹോക്കി താരം PR ശാരദ, അവരുടെ ആത്മകഥയാണ് ഫോർവേഡ്. മുൻ വനിതാ ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഫോർവേഡ് ആണ്. ഇനി 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം, അതായത് 2024 ജനുവരി 26 അതിഥിയായി വന്നത് ആരാണ്? ഇമ്മാനുവൽ മാക്രോ. ആരാണ്? ഇമ്മാനുവൽ മാക്രോ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഇമ്മാനുവൽ മാക്രോ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. 75ാം റിപ്പബ്ലിക് ദിന പ്രമേയം എന്താണ്? നാരി ശക്തി. ഈ ആഘോഷങ്ങൾ നടക്കുന്നത് എവിടെയാണ്? കർത്തവ്യപഥിലാണ്. അടുത്തത്, നൈട്രജൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈട്രജൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? USA ആണ്. അംഗീകാരമുള്ള സംസ്ഥാനങ്ങൾ വേറെ ഏതൊക്കെയാ? USA അംഗീകാരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? അലബാമ, മിസിസിപ്പി, ഒക്കലഹോമ. അതായത് നൈട്രജൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം USA ആണ്. അവിടുത്തെ അംഗീകാരമുള്ള സംസ്ഥാനങ്ങൾ, ഇന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നൈട്രജൻ യൂസ് ചെയ്ത് വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുടെ പേരെന്താ? അലബാമ, മിസിസിപ്പി, ഒക്കലഹോമ. ഇനി ഡെസേർട്ട് നൈറ്റ് എക്സൈസ്. എന്താണ് ഡെസേർട്ട് നൈറ്റ് എക്സൈസ്? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെസേർട്ട് നൈറ്റ് എക്സൈസ് ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസമാണെന്ത്? സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് എക്സൈസ്. അതായത് എയർഫോഴ്സ് സൈനിക വിഭാഗം നടത്തുന്ന സൈനിക അഭ്യാസമാണ് കേട്ടോ. എയർഫോഴ്സ് സൈനിക വിഭാഗം നടത്തുന്ന സൈനിക അഭ്യാസമാണ് എന്ത്? ഡെസേർട്ട് നൈറ്റ് എക്സൈസ്. ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? ഇന്ത്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, UAE ഉണ്ട്. ഇന്ത്യ, ഫ്രാൻസ്, UAE. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25 അറിയാലോ. എന്താണ്? വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇത്തവണത്തെ പ്രമേയമാണ്. 2024 പ്രമേയം എന്താണ്? വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അതായത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. വോട്ടിംഗ് പോലെ ഒന്നുമില്ല, ഞാൻ ഉറപ്പായിട്ടും വോട്ട് ചെയ്യും. എന്ത്? 2024 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമാണ് പറഞ്ഞത്. 2024 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമാണ് പറഞ്ഞത്
സമ്മതിദാന ദിനം, ദേശീയ സമ്മതിദാന ദിനം എന്നാണ് ജനുവരി 25. ഇനി അതിനോടനുബന്ധിച്ചെടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി. ഈ പ്രമേയവും അതുപോലെ ഷോർട്ട് ഫിലിം തമ്മിൽ മാറിപ്പോവല്ലേ. മൈ വോട്ട് മൈ ഡ്യൂട്ടി അത് വന്നിട്ട് എന്താണ്, അത് ഷോർട്ട് ഫിലിമാണ്. എന്നാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളത് 2024 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ICCയുടെ 2023 മികച്ച 2020 പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ് ആണ്. ഇദ്ദേഹം തുടർച്ചയായി 2ാമത്തെ തവണയാണ് പുരസ്കാരം നേടുന്നത്. എന്താ പറയുന്നത്, ICCയുടെ 2023 മികച്ച 2020 പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ് ആണ്. ഇദ്ദേഹം 2022 നേടിയിട്ടുണ്ട്. ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454. എന്തിനു വേണ്ടിയിട്ടാണ്? 144554 4454 അങ്ങനെയും പഠിക്കാം. 145454 ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ. എന്താണ് ഈ ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ? ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാകുന്ന സേവനമാണ്. എന്താണ്? ആവശ്യക്കാർക്ക് നിയമോപദേശകരുടെ സേവനം ലഭ്യമാകുന്നതാണ് എന്ത്? ടോൾ ഫ്രീ നമ്പറാണ് 14454. ഇനി ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. എന്താ പറഞ്ഞ? ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ്. കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഹബിന്റെ പേര് കൺട്രോൾ സിസ്റ്റം സെന്റർ. എന്താണ്? കൺട്രോൾ സിസ്റ്റം സെന്റർ. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് K-Space ആണ്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് K-Space ആണ് എന്നുള്ളതും ഓർത്തു വെച്ചേക്കാം. എന്താ പറഞ്ഞത്? കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ്, ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതിന്റെ പേരെന്താ? കൺട്രോൾ സിസ്റ്റം സെന്റർ. അടുത്തത് ജടായു പദ്ധതി. എന്താണ് ജടായു പദ്ധതി? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് ജടായു പദ്ധതി. ഇനി ആയാങ്കുടി കുട്ടപ്പൻ മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആയാങ്കുടി കുട്ടപ്പൻ മാരാർ അന്തരിച്ചിട്ടുണ്ട്. അവർ കഥകളി ചെണ്ട ആചാര്യനാണ്. ഓക്കെ, കഥകളി ചെണ്ട ആചാര്യനായിരുന്നു ആര്? ആയാങ്കുടി കുട്ടപ്പൻ മാരാർ. ഓപ്പറേഷൻ ലേബൽ എന്താണ്? ഓപ്പറേഷൻ ലേബൽ പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിപ്പിക്കണമെന്ന് നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ ലേബൽ. എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ ലേബൽ പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന്റെ പുറത്ത് ലേബൽ പതിപ്പിക്കണം എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ ലേബൽ. ഇത് നടത്തുന്നത് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ ലേബൽ എന്താണ്? പാർസലിന്റെ മുകളിൽ ലേബൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് നടത്തുന്നത് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ലേബൽ നടന്നത്. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഇന്ത്യ മാറിയിട്ടുണ്ട്. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് ഇന്ത്യ മാറി. ഓഹരി വിപണി മൂല്യത്തിൽ 1ാം സ്ഥാനത്ത് US ആണ്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. 3ാം സ്ഥാനം ജപ്പാനാണ്. US, ചൈന, ജപ്പാൻ. US, ചൈന, ജപ്പാൻ. 4ാമതാരാണ്? ഇന്ത്യ. മലേറിയ ലോകത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പദ്ധതി ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്. റെഗുലർ വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ചത് കാമറൂൺ ആണ്. ഇനി ലോക മലേറിയ ദിനം ഏപ്രിൽ 25-നാണ്. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20-നാണ്. ഓർത്ത് വെച്ചേക്കാം. ലോക മലേറിയ ദിനം ഏപ്രിൽ 25-ന്, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20-ന്. 2024 ഭാരത് രത്നം ലഭിച്ച മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കർപ്പൂരി ഠാക്കൂർ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ജനനായക് എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു. ഇനി സ്നേഹാരാമം പദ്ധതി എന്താണ്? സ്നേഹാരാമം പദ്ധതി പൊതുസ്ഥലങ്ങളിൽ മാലിന്യമുക്തമാക്കിയിട്ട് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. ആരാമം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യമുക്തമാക്കിയിട്ട് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. കേരളത്തിൽ പുതിയ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ചെങ്ങമനാട്. എറണാകുളത്തുള്ള ചെങ്ങമനാടിലാണ് കേരളത്തിൽ പുതിയ എന്ത് വരുന്നത്? സ്പോർട്സ് സിറ്റി. കേരളത്തിൽ പുതിയ സ്പോർട്സ് സിറ്റി വരുന്നത് എവിടെയാണ്? ചെങ്ങമനാടാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെ മൾട്ടി സ്പോർട്സ് സിറ്റിയാണ് നിർമ്മിക്കുന്നത്. എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഒരു മൾട്ടി സ്പോർട്സ് സിറ്റിയാണ് നിർമ്മിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ജയേഷ് ജോർജ് ആണ്. ICC പ്രഖ്യാപിച്ച 2023 2020 ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവ് ആണ്. ICC പ്രഖ്യാപിച്ച 2023 2020 ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവ് ആണ്.
2014 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം കീഴടക്കിയ മക്കളെ 2014 സോറി കേട്ടോ 2024 കേട്ടോ 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാനാണ്. മലയാളിയാണേ, ശ്രദ്ധിക്കണേ. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാനാണ്. ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഓഗസ് ദൽ സലാദോ. എവിടെയാണ്? ഓഗസ് ദൽ സലാദോ ചിലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2022-23 വർഷത്തെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയത് രോഹൻ പണ്ഡിറ്റാണ്. പുരസ്കാരം നൽകുന്നത് BCCI ആണ്. എന്തിനുള്ള പുരസ്കാരം? മികച്ച അമ്പയർക്ക്. ആർക്കാ കിട്ടിയത്? രോഹൻ പണ്ഡിറ്റിനാണ്. ഇനി പരാക്രം ദിവസ് നമ്മൾ ആഘോഷിക്കുന്നത് ജനുവരി 23-നാണ്. ആരുടെ ഓർമ്മയ്ക്കാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. അതുപോലെ സ്കൂൾ പാഠവിഷയവുമായി ബന്ധപ്പെട്ട് പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ്. പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണെന്ത്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന. PSY പ്രധാനമന്ത്രി അല്ലെങ്കിൽ PMSY പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഇന്ത്യയിലെ വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി സ്റ്റാർലിങ്ക് ആണ്. എന്താണ്? ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി സ്റ്റാർലിങ്ക് ആണ്. ഇനി ലൈസൻസ് ലഭിച്ച മറ്റ് 2 കമ്പനികൾ ഏതൊക്കെയാണ്? ഒന്ന് വൺവെബ് ആണ്, അടുത്തത് ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. എന്താണ്? ഒന്ന് വൺവെബ് ആണ്, അടുത്തത് ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി ഈ സ്റ്റാർലിങ്കിന്റെ ഉടമ ആരെന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്? എലോൺ മസ്ക് ആണ് സ്റ്റാർലിങ്കിന്റെ ഉടമ. ഇനി ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ കർണാടക സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് എന്ത്? ബ്രൗസ് സേഫ്. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്നും പലതരത്തിലുള്ള തട്ടിപ്പുണ്ടല്ലോ അല്ലെ, അതിനൊക്കെ രക്ഷപ്പെടാൻ കർണാടക സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ബ്രൗസ് സേഫ്. ഇനി അശുദ്ധഭൂതം എന്ന നോവൽ എഴുതിയത് ബാബു ജോസ് ആണ്. ആരാണ്? അശുദ്ധഭൂതം എന്ന നോവൽ എഴുതിയത് ബാബു ജോസ് ആണ്. അടുത്തത് 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗില്ലിനാണ്. 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിനാണ്. മികച്ച താരത്തിന് നൽകുന്ന പോളി ഉംറിഗർ പുരസ്കാരമാണ് ശുഭ്മാൻ ഗില്ലിന് ലഭിച്ചത്. എന്താണ്? പോളി ഉംറിഗർ. മികച്ച താരത്തിന് നൽകുന്ന പോളി ഉംറിഗർ പുരസ്കാരമാണ് ശുഭ്മാൻ ഗില്ലിന് ലഭിച്ചത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ആണ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ആയിട്ട് വന്നത് കുവൈറ്റ് ദിനാറാണ്. 2ാം സ്ഥാനത്തേക്ക് ബഹ്റിൻ ദിനാറും പോയി, 3ാം സ്ഥാനത്തേക്ക് ഒമാനി റിയാലും പോയി. ഓക്കെ, അപ്പൊ കുവൈറ്റ് ദിനാർ ആദ്യം വന്നു, ബഹ്റിൻ ദിനാർ 2ാമത് വന്നു, ഒമാനി റിയാൽ 3ാമത് വന്നു. US ഡോളറിന്റെ സ്ഥാനം 10 ആണ്, ഇന്ത്യൻ രൂപയുടെ സ്ഥാനം 15 ആണ്. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല മലപ്പുറം. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ജില്ല മലപ്പുറം. സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് കേട്ടോ, മലപ്പുറത്താണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാ വന്നത്? അപ്പോളോ ക്യാൻസർ സെന്റർ, ബാംഗ്ലൂർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെയാണ് കേട്ടോ, ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ അപ്പോളോ ക്യാൻസർ സെന്റർ ബാംഗ്ലൂരാണ്. ഇന്ത്യ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന സ്ഥിര നിലയം ഏതാണ്? ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ. ഓക്കെ, ഇന്ത്യ സ്പേസ് സ്റ്റേഷനാണ്. ഇന്ത്യ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന സ്ഥിരം നിലയമാണ് ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ. 2035 കൂടിയാണ് വിക്ഷേപിക്കുന്നത്. 2035 കൂടിയാണ് നമ്മൾ വിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇന്ത്യ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള നിലയം ഇന്ത്യ സ്പേസ് സ്റ്റേഷനാണ്. 2024 ജനുവരിയിൽ സുരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിൻ ഹെവി ഷുഗർ. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെ. ഹെപ്പറ്റൈറ്റിസ് എ എവിടെയാണ് ബാധിക്കുക? കരളിനെയാണ് ബാധിക്കുക. ആ രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിൻ ഹെവി ഷുഗർ ആണ്. വികസിപ്പിച്ചത് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ബയോഫാർമ കമ്പനി. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ബയോഫാർമ കമ്പനിയാണ്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നത് കരളിനെയാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേന പ്ലേറ്റൂൺ കമാൻഡർ ആയ ആദ്യ മലയാളി വനിത ദേവിക എച്ച് ആണ്, അല്ലെങ്കിൽ എച്ച് ദേവിക. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേന പ്ലേറ്റൂൺ കമാൻഡർ ആയ മലയാളി വനിത എച്ച് ദേവിക.
അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടത്തുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? കെ വാക്ക്. ഓക്കെ, അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടത്തുന്ന ക്യാമ്പയിനാണ് കെ വാക്ക്. എവിടെയാണ് കായിക ഉച്ചകോടി നടക്കുന്നത്? തിരുവനന്തപുരത്താണ് വേദി. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് പാർക്കിലാണ്. പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. ഏഷ്യയിലെ 5ാമത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഏഷ്യയിലെ 5ാമത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എവിടെയാണ്? ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് അല്ല, ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഹാൻലെ, ലഡാക്കിലെ ഹാൻലെയിലാണ്. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നടത്തുന്ന പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി. ആരെ സംഘടിപ്പിക്കുന്ന? കേരള സർക്കാരാണ്. സേവ് അവർ ഫെല്ലോ ട്രാവലർ എന്നാണ് പദ്ധതിയുടെ പേര്. സോഫ്റ്റ് പദ്ധതി. എന്താണ് സോഫ്റ്റ്? ലെനിൻ 100ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 21-നാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ്സറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ്സറാണ് കൈരളി. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകം ഇറക്കിയ രാജ്യം ജപ്പാനാണ്. ദൗത്യത്തിന്റെ പേര് സ്ലിം ആണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് മുന്നേ ഉള്ളത് ആരൊക്കെയുണ്ട്? 5ാമത്തെ കൺട്രി ആയിട്ട് മാറി ജപ്പാൻ. ഏതൊക്കെയാണ് മുന്നേ ഉള്ളത്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യ, ചൈന, USA, USSR. ഇന്ത്യ, ചൈന, USA, USSR. അതിനുശേഷമാണ് ആര് പോയിട്ടുള്ളത്? ജപ്പാൻ പോയിട്ടുള്ളത്. 2024 അണ്ടർ-19 പുരുഷ ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറിനാണ്. 2024 അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറിനാണ്. വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ആരാ ജയിച്ചത്? ഓസ്ട്രേലിയയാണ്. 4ാമത്തെ തവണയാണ് ഓസ്ട്രേലിയ ജയിക്കുന്നത്. റണ്ണേഴ്സ് അപ്പ് ആയത് ഇന്ത്യ. ഇനി 2024 മത്സരം എവിടെ വെച്ച് നടക്കുന്നത്? സിംബാബ്വേയിലും അതുപോലെ തന്നെ നമീബിയയിലും വെച്ചിട്ടാണ് 2026 മത്സരം നടക്കുക. BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. 125 അടിയാണ് BR അംബേദ്കറിന്റെ പ്രതിമയ്ക്കുള്ളത്. ഈ പ്രതിമയുടെ പേരാണെന്ത്? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഇനി ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാര രചയിതാവാരാണ്? പ്രഭാവർമ്മ. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാര രചയിതാവാണ് പ്രഭാവർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രഭാവർമ്മയുടെ കൃതിയാണ് ശ്യാമമാധവം. എന്താണ്? ശ്യാമമാധവം. ശ്യാമമാധവം കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രഭാവർമ്മയാണ്. എന്താണ് ആ ലൈൻ? എന്താ? ഒന്നുകൂടി ഓർത്ത് വെച്ചേക്കാം. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാര രചയിതാവ് പ്രഭാവർമ്മയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി കുറച്ചും കൂടി പോയിന്റ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ജനുവരി കഴിയും. ഇത് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ റെഗുലറായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ജയിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് ജയിക്കണം. നമുക്കൊരു ജോലി കിട്ടണം അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.